ഹലോ മക്കളെ, നമ്മുടെ 12ാം ക്ലാസ് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. സോ ലാക് ഓപ്പറോണിൽ നിന്ന് എന്തായാലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ലാക് ഓപ്പറോൺ എങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് ലാക് ഓപ്പറോൺ? ലാക് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, സോ നമ്മളും നമ്മുടെ ഇത് എന്താ പറയുക, മോഹൻലാലിനെ നമ്മൾ ലാലേട്ടൻ എന്നൊക്കെ ചുരുക്കി വിളിക്കുന്നത് പോലെ അല്ലെ, അങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ആക്ച്വലി ലാക്. അപ്പൊ ലാക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? അത് ലാക്ടോസ് എന്നാണ്. സോ ലാക്ടോസ് എന്നതിനെ ഷോർട്ട് ആക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക് എന്നത്. ഓപ്പറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ജീൻ വിച്ച് വർക്ക്സ് ടുഗദർ എന്നാണ്. കുറെ ജീനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെയാണ് ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറോൺ കോൺസെപ്റ്റ് കൂടുതലും പ്രോകാരിയോട്സ് അഥവാ ബാക്ടീരിയകൾക്കാണ് വർക്ക്ഫുൾ ആകുന്നത്. കാരണം അവർക്കാണ് ഈ പറയുന്ന എന്താ പറയുക പോളിസിസ്ട്രോണിക് കണ്ടീഷൻ ഒക്കെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ലാക് ഓപ്പറോൺ പോലെയുള്ള ഓപ്പറോൺസ് കൂടുതലും പ്രോകാരിയോട്ടിക് സിസ്റ്റത്തിനാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഓപ്പറോൺ ഒരുപാടുണ്ട് കേട്ടോ. അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് ലാക് ഓപ്പറോൺ. ലാക് ഓപ്പറോണിനെ കണ്ടെത്തിയത് ആരാന്നറിയാമോ? ജേക്കബ് ആൻഡ് മൊണോഡ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. ഇരിക്കുന്ന ആളാണ് ജേക്കബ്, നിൽക്കുന്നയാളാണ് മൊണോഡ്. ഓക്കെ, സോ ജേക്കബും മൊണോഡും കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി ലാക് ഓപ്പറോൺ എന്ന് പറയുന്ന ലാക്ടോസ് ഡൈജസ്റ്റിംഗ് ഓപ്പറോണിനെ കണ്ടെത്തുന്നത്. അപ്പൊ ലാക് ഓപ്പറോണിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളല്ല, ഇപ്പൊ ഈക്കോളൈക് ബാക്ടീരിയ കുറച്ച് ലാക്ടോസ് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. പാവം അല്ലെ, വിശന്നിരുന്നിട്ട് കുറെ ലാക്ടോസ് കഴിക്കുകയാണ്. അപ്പൊ ഈ ലാക്ടോസ് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഓപ്പറോണിനകത്തുള്ള ജീനുകളുടെ ജോലി. അപ്പൊ ഇതിനു വേണ്ടി 3 എൻസൈംസ് നമുക്ക് വേണം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, രണ്ടാമത് പെർമിയേസ് എൻസൈം, മൂന്നാമത്തത് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. ഇങ്ങനെ 3 എൻസൈംസ് ഉണ്ടെങ്കിലേ പ്രോട്ടീന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ പ്രോട്ടീൻ ഡൈജഷന് വേണ്ട ഈ 3 എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലാക് ഓപ്പറോണിന്റെ ജോലി. സോ അതിനു വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ജീനുകൾ അതിനകത്തുണ്ട്, ZYA. സോ ഈ 3 ജീനുകളുള്ള കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 4 ജീനുകൾ കൂടി ചേർന്ന് 7 ജീനുകളുടെ ഒരു സമ്മേളനമാണ് ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. സോ ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറോൺ ആണ്. കണ്ടെത്തിയത് ജേക്കബും മൊണോഡും. ഇനി ഞാൻ ഒന്ന് വരച്ച് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് 7 ജീനുകളാണ് ഉള്ളത്. അപ്പൊ 7 ജീനുകൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കിയോളൂ, 7 ജീനുകളെ നമുക്കൊന്ന് വരയ്ക്കാം. So 7 genes, 7 genes, 7 genes. മണി 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 എന്ന് പറയുന്ന പോലെ. അപ്പോൾ 7 ജീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. ഞാൻ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു വഴി കൂടി പറഞ്ഞുതരാം. ഞാൻ അങ്ങനെയാ പഠിച്ചു വെച്ചേക്കുന്നത്, കാരണം എനിക്ക് അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, സോ 7 ജീനുകൾ ഏതൊക്കെയാ? PIPOZY ഓക്കെ, സോ ഇതാണ് 7 ജീനുകൾ എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് പിപ്പോസിയ എന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പിപ്പോസിയ PIPOZYA അതാണ് നമ്മുടെ പിപ്പോസിയ. ഇങ്ങനെയുള്ള 7 ജീനുകളാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതില് ഐ ജീൻ അഥവാ ഇൻഹിബിറ്റർ ജീൻ. ഓക്കെ, ഈ ഇൻഹിബിറ്റർ ജീൻ എന്ന് പറയുന്ന ഐ ജീൻ ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ലാക്ടോസ് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുകയാണ് നമ്മുടെ ഈക്കോളി, പാവം. ഓക്കെ, വിശന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ലാക്ടോസ് കഴിക്കാൻ കിട്ടാതെ കിടക്കുന്ന അവസ്ഥ. അപ്പൊ കഴിക്കാൻ ലാക്ടോസ് ഇല്ലെങ്കിൽ ഈ ജീനുകൾ ഓൺ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ലാക്ടോസ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുക, ലാക്ടോസ് കഴിക്കുന്നില്ല, അപ്പൊ പിന്നെ ഈ ജീനുകൾ ഓൺ ആകുകയും വേണ്ട. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഇല്ലാതെ കിടക്കുന്നു, കഴിക്കാൻ ലാക്ടോസ് ഇല്ലാതെ പട്ടിണി കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഹിബിറ്റർ ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഒരു mRNA called repressor mRNA. ഈ repressor mRNA will produce a protein called repressor protein. Okay, repressor protein. ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ പോകും, എന്നിട്ട് എവിടെ പോയി ബൈൻഡ് ചെയ്യുമെന്ന് അറിയാമോ? ഓപ്പറേറ്റർ ജീനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എവിടെ പോയി ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്റർ ജീനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഓപ്പറേറ്റർ ജീനിൽ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇസഡിനോ വൈക്കോ എക്കോ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല, ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഓൺ ആണോ ഓഫ് ആണോ? ഓഫ് കണ്ടീഷൻ. സോ ഇങ്ങനെയാണ്
ആ ഓപ്പറോൺ ഓഫ് കണ്ടീഷനിലേക്ക് എത്തുന്നത്. കാരണം ലാക്ടോസ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഓൺ ആകുന്നത്? അപ്പൊ ലാക്ടോസ് ഇല്ല എങ്കിൽ നമ്മുടെ ഐ ജീൻ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രസർ പ്രോട്ടീൻ ഓടി ചെന്ന് ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇസഡും വൈയും എയും ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യില്ല, ട്രാൻസ്ലേഷനും ചെയ്യില്ല. അപ്പോൾ അത് ഓഫ് കണ്ടീഷനിലേക്ക് എത്തുന്നു. ഓക്കെ, ഇത് ഞാൻ വരച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നല്ല വൃത്തിക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് വരച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫിഗർ. അപ്പൊ ആ ഫിഗർ കൂടി ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെയായിരിക്കണം ഫിഗർ നമ്മൾ എക്സാമിനേഷന് വരയ്ക്കേണ്ടത്. ഇനി അഥവാ ലാക്ടോസ് കഴിച്ചാലോ, അത് ഞാൻ പറഞ്ഞുതരാം. സോ അഥവാ നമ്മുടെ ഈക്കോളി ബാക്ടീരിയക്ക് നമ്മൾ പട്ടിണിയൊക്കെ മാറ്റി ഫുഡ് കൊടുത്തു. ഓക്കെ, ഏതാ കൊടുക്കുന്ന ഫുഡ്? ലാക്ടോസ്. അങ്ങനെ ലാക്ടോസ് കഴിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും നോക്കണ്ടേ? യെസ്, അത് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമ്മുടെ 7 ജീനുകൾ വീണ്ടും നമ്മൾ ഒന്ന് വരയ്ക്കുകയാണ്. 7 ജീനുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഏതൊക്കെയാ പഠിക്കാൻ? ഷോർട്ട് ഫോം എന്തായിരുന്നു? നമ്മുടെ പിപ്പോസിയ അല്ലെ, PIPOZYA. ഓക്കെ, സോ പിപ്പോസിയ എന്ന് പറയുന്നത് 7 ജീനുകൾ നമ്മുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻ ദി പ്രസൻസ് ഓഫ് ലാക്ടോസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇൻ ദി പ്രസൻസ് ഓഫ് ലാക്ടോസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് ഉണ്ട് എങ്കിലും നമ്മുടെ ഐജീന്റെ പരിപാടി അത് ഇൻഡ്യൂസർ ജീൻ നമ്മുടെ ഇൻഹിബിറ്റർ ജീൻ എന്തായാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് an mRNA കോൾഡ് റിപ്രസർ mRNA. അതിന്റെ ജോലിയേ അതാണല്ലോ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റിപ്രസർ mRNA. റിപ്രസർ mRNAയിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്ന ആരും പറയേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ. അതൊക്കെ പഴയതുപോലെ തന്നെ സംഭവിക്കും. പക്ഷെ ഇനിയാണ് ട്വിസ്റ്റ്. ഈ റിപ്രസർ പ്രോട്ടീൻ അടുത്ത് ഓടാൻ തയ്യാറെടുക്കുകയാണ്. എങ്ങോട്ട് പോകാൻ? ഓപ്പറേറ്റർ ജീനിലേക്ക് ഓടിപ്പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ അങ്ങോട്ട് എഴുന്നള്ളുന്നത്. ആരാത്? ലാക്ടോസ് വന്നിട്ട് നമ്മുടെ റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. നീ പോകണ്ട, നീ അവിടെ തന്നെ നിൽക്കൂ, സുഗുണൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാക്ടോസ് എന്ത് ചെയ്യും? അതിനെ ബൈൻഡ് ചെയ്യും. സോ ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. അങ്ങനെ ലാക്ടോസ് നമ്മുടെ റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിപ്രസറിന് എങ്ങോട്ട് പോകാൻ സാധിക്കില്ല? ഓപ്പറേറ്റർ റീജിയനിലേക്ക് പോകാൻ സാധിക്കില്ല. ഇസഡും വൈയും എയും സന്തോഷം കൊണ്ട് ലഡുവും പൊട്ടിച്ച് ആഹ്ലാദിക്കും. കാര്യം എന്താ? അവിടെ ഓപ്പറേറ്റർ ജീൻ എന്തായില്ല? ബൈൻഡ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ ജീൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോ ഇസഡും വൈയും എയും ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിന്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യും. സോ ദേ വിൽ ട്രാൻസ്ക്രൈബ് ആൻഡ് പ്രൊഡ്യൂസ് ആൻ mRNA. ഇത് 3 പേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ mRNA നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക് mRNA. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലാക് mRNA. ഈ ലാക് mRNAയിൽ നിന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ 3 എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. ദാറ്റ് ഈസ് ഇസഡിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആകുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം. ഓക്കെ, ആൻഡ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർമിയേസ് എൻസൈം ആൻഡ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. സോ ഇങ്ങനെ 3 എൻസൈംസ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആയി. ഏതൊക്കെയായിരുന്നു? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, പെർമിയേസ് എൻസൈം ആൻഡ് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. മക്കളെ, ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തോളണം. ഇസഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പെർമിയേസ് എൻസൈം ആൻഡ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. ഈ 3 എൻസൈംസും കൂടി ചേർന്ന് നമ്മുടെ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് അതെ, ഡൈജഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ ഫ്രീ ആകും. ആ റിപ്രസർ പ്രോട്ടീൻ ആ ലാക്ടോസ്, അതിൽ ബൈൻഡിങ് ലാക്ടോസും കൂടി ഡൈജസ്റ്റ് ചെയ്ത് തീരും. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ വീണ്ടും ഓടിപ്പോയി ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു, വീണ്ടും ഓഫ് ആക്കുന്നു. ക്ലിയർ ആയോ? ഇത് കുറച്ചുകൂടി വൃത്തിക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന എൻസൈമുകളുടെ പേരൊക്കെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ഇൻ ദി പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. സോ ആരാണ് ഇവിടെ ഓൺ ചെയ്യാൻ സഹായിച്ചത്? ഇതല്ലേ ഓൺ കണ്ടീഷൻ? ദിസ് ഈസ് ദി ഓൺ കണ്ടീഷൻ. ഇവിടെ ആരാണ് ആക്ച്വലി ഇതിനെ ഓൺ ആക്കാൻ സഹായിച്ചത്? ദാറ്റ് ഈസ് ദ ലാക്ടോസ്. So lactose is called inducer. അയാളാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. സോ അയാളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഡ്യൂസർ എന്ന് വിളിക്കുന്നു. സോ ഹൂ ഇസ് ദ ഇൻഡ്യൂസർ ഓഫ് ദിസ് ഓപ്പറോൺ? ലാക്ടോസ് വന്നാൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ലാക്ടോസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസർ. ഓക്കെ, സോ അടുത്ത റിപ്രസർ. ആക്ച്വലി ഇവിടെ എന്താ ചെയ്തത്? റിപ്രസർ ആക്ച്വലി അവിടെ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ ഇതിനെ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. സോ എന്താണോ റിപ്രസർ ചെയ്തത് അത് ഓഫ് ചെയ്യാനായതുകൊണ്ട് റിപ്രസർ ചെയ്യുന്ന ജോലിയെ നമ്മൾ വിളിക്കുന്ന പേര് നെഗറ്റീവ് റെഗുലേഷൻ എന്നാണ്. നെഗറ്റീവ് റെഗുലേഷൻ. ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണല്ലോ. സോ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് റെഗുലേഷൻ. ഓഫ് ചെയ്യുന്നത് കൊണ്ടാണ് നെഗറ്റീവ് റെഗുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ
ലാക്കോപ്രോൺ. അപ്പൊ ലാക്കോപ്രോണിന്റെ കേസസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്, ഇറ്റ്സ് വെരി ഈസി റൈറ്റ്. നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വരച്ച് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലാക്കോപ്രോൺ എന്ന് പറയുന്നത്. നിങ്ങൾ പൊളിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതുമെന്ന് എനിക്കൊരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് എഴുതുക. ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക്, ഫുൾ മാർക്ക് അല്ലെ. പടം വരച്ചെഴുതാൻ പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റത്തില്ല. ബട്ട് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ പോലും നമ്മൾ സൂപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുക. ഇതുപോലെ ഓരോ ടോപ്പിക്സ് ഡിസ്കഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ ബൈ.